നമ്മൾ മുണ്ടക്കൈ ശ്രീ മാരിയമ്മ ക്ഷേത്രം മഹോത്സവമാണ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. നാളെ ലാസ്റ്റ് ഉത്സവമാണ്. നമ്മളിവിടെ ക്ഷേത്ര കമ്മിറ്റിക്കാർ അവർ മുണ്ടക്കൈ മാരിയമ്മ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് നമുക്ക് പോവാം കേട്ടോ. സെക്രട്ടറി നമസ്കാരം. നമ്മൾ മൂപ്പറും പ്രസിഡന്റ് അല്ലേ ഇവിടുത്തെ ജോയിന്റ് സെക്രട്ടറി. ഈ കാണുന്ന മൂപ്പറാണ് പ്രസിഡന്റ് ഗജാഞ്ചി. അപ്പോൾ ഈ 4 വ്യക്തികളാണ് നമ്മൾ മുണ്ടക്കൈ മാരിയമ്മ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ കൊണ്ടെടുക്കുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇവർക്ക് നമ്മൾ ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ സെക്രട്ടറി? നമ്മളിവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഉത്സവം തുടങ്ങിയിട്ട് അഞ്ചാമത്തെ ദിവസമാണ്. നാളെ പ്രധാന ഉത്സവമാണ്. നാളെ 6ാം ദിവസമാണ്. അപ്പോൾ നാളെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ നാളത്തെ രാവിലെ ഗണപതി ഹോമം, അതുപോലെ തന്നെ കലശപൂജ, അതുപോലെ നമുക്ക് അന്നദാനം, ഏറ്റവും ദേവിക്ക് ഇഷ്ടപ്പെട്ട അന്നദാനം, വെടിവഴിപാട്, അതുപോലെ വൈകിട്ട് ഘോഷയാത്രയിൽ വളരെ ഭംഗിയാക്കാൻ പറ്റുന്ന അത്ര ഭംഗിയാക്കി നാളെ ചൂരൽമലയിൽ നിന്ന് ഞങ്ങളൊരു ഘോഷയാത്ര പുറപ്പെടുന്നുണ്ട്. അതിലെ എല്ലാ ഭക്തജനങ്ങളും, ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നാളെ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ വന്ന് അന്നദാനത്തിന് പങ്കെടുക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വരണം. നല്ല ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഈ ഉത്സവത്തിനെ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് നാളെ വലിയൊരു പരിപാടിയാണ്. നാളെ ഞങ്ങൾ കമ്മിറ്റിക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് വരണം, പങ്കെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരുകാരുണ്ട് ചിരി മസാല എന്ന് പറഞ്ഞ 3 മണിക്കൂർ മിമിക്സ് എല്ലാം ഉള്ള ഗാനമേളയും പാട്ടും മിക്സ് പരേഡും ഒക്കെ ഉള്ള ഒരു പരിപാടി, ചിരി മസാല എന്ന പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ കാലത്തെ നമ്മൾ അന്നദാനത്തിൽ പങ്കെടുക്കുക, ഘോഷയാത്ര പങ്കെടുക്കുക, നാളെ ഉത്സവം ഭംഗിയാക്കുക. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കമ്മിറ്റി എന്ന നിലയിൽ അതാണ് നമുക്ക് പറയുന്നത്. നിർബന്ധമായിട്ട് എല്ലാവരും എത്തിച്ചേരണമെന്ന് ക്ഷേത്ര കമ്മിറ്റിയിൽ വേണ്ടിയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് അന്നദാനപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം ഇവിടെ നമ്മൾ എത്ര ആൾ വന്നാലും നാളെ ഭക്ഷണം എവിടെ നിന്ന് എത്ര ആൾക്കാർ വന്നാലും എത്ര ആൾ വന്ന് ഭക്ഷണം കൊടുക്കും. അവർക്ക് വീട്ടിലേക്ക് സുഖമില്ലാത്തവർക്ക് നമ്മൾ പാക്ക് ചെയ്ത് ക്ഷേത്ര കമ്മിറ്റി അവർക്ക് ഭക്ഷണം തരും. മുണ്ടക്കൈ മാരിയമ്മ ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കാല്ലേ? ഇവിടുത്തെ ക്ഷേത്രത്തിന് ഭക്ഷണം വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഇനിയിപ്പോൾ ഒരു സുഖമില്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഞങ്ങൾ പാക്ക് ചെയ്ത് അവർക്ക് കൊണ്ടേ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചോദിച്ച് വാങ്ങിക്കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ പെട്ടെന്നാവില്ല, എന്നാലും വെയിറ്റ് ചെയ്ത് അത് കൊണ്ടേ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ വീട്ടുകാർക്ക്. അപ്പോൾ നിർബന്ധമായിട്ട് ആ കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ നിർബന്ധമായിട്ട് ആരും അന്നദാനം കഴിക്കാതിരിക്കരുത്. എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം നിർബന്ധമായിട്ട് ആരും സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കും ആണ് ഞങ്ങൾ തീരുമാനിച്ചത്. നമ്മൾ ആ കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ട്. കണ്ടെയ്നർ ചോറ് ആക്കി അവർക്ക് എത്തിക്കാനുള്ള ഒരു കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രസിഡന്റ് എന്താ പറയുന്നത് ക്ഷേത്രത്തിനെ കുറിച്ചിട്ട്? ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 1990 ഈ ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്തത്. അന്ന് ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും ഇതായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ
പ്രതിഷ്ഠ ചെയ്തതും ഇവിടെ തലമുറ ആൾക്കാർ ഇവിടെ നല്ലത് ഈ പ്രാവശ്യം ഏറ്റവും നല്ല ഭംഗിയായിട്ടാണ് ക്ഷേത്രത്തിൽ. കാരണം എൻ്റെ സെക്രട്ടറി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഇത് എല്ലാവരും ബന്ധപ്പെട്ട് ഓരോ പൈസയും സഹായിക്കലും പിടിക്കലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇന്ന് നാളെ പ്രധാന ഉത്സവമാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ വന്ന് പങ്കെടുക്കണം. അതേപോലെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്, അതിനും പങ്കെടുക്കണം. പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഉദയത്തിൽ കനലാട്ടവും കുരിശിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനും എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന്. കനലാട്ടം കുരിശാട്ടമൊക്കെ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഈ വർഷം അതേപോലെ തന്നെ വെള്ളിയാഴ്ച വെളുപ്പിന് ഉദയം കനലാട്ടവും കുരിശിയും പൊങ്കലും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അറിയിക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത് പോകുന്നത് നമ്മൾ ജോൺ സെക്രട്ടറി എന്നുകൂടി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ജോൺ സെക്രട്ടറി ഇനി പറഞ്ഞിട്ടുണ്ട്, കുറേ വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗജാഞ്ചേരി നമുക്ക് പോയി നോക്കാം അവിടുത്തെ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ്. സെക്രട്ടറി, ആദിവര ശക്തിയായി കുടികൊള്ളുന്ന മുണ്ടക്കൈ ശ്രീ മാരിയമ്മൻ ദേവിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് കൊണ്ടാടുന്നത്. 20-ാം തീയതി കൊടിയേറി നാളെ ഉത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് അതിഗംഭീരമായ ഘോഷയാത്രയാണ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. തമിഴ് വംശജർ കുടിയേറി പാർത്ത ഈ പുണ്യഭൂമിയിൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരുടെയും ഒരു വിഹിതം പറ്റിക്കൊണ്ട് ഈ ക്ഷേത്രം മുന്നോട്ട് പോവുകയാണ്. പ്രകൃതി രമണീയമായ ഈ മലമുകളിൽ വസിക്കുന്ന ശക്തി സ്വരൂപിണിയായ അമ്മയായി കുടികൊള്ളുന്ന മുണ്ടക്കൈ ശ്രീ മാരിയമ്മൻ ദേവിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഇത്. നാളെ വൈകിട്ട് നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രമായ ചൂരൽമല ശ്രീ ശിവക്ഷേത്രത്തിൽ നിന്നും മാവിളക്ക്, കുംഭം, കരകാട്ടം, കാവടിയാട്ടം, ശിങ്കാരിമേളം, ദേവനൃത്തം, ബാലിക ബാലന്മാർ എന്നിവർ അണിനിരത്തിക്കൊണ്ട് അതിഗംഭീരമായൊരു ഘോഷയാത്രയായി നമ്മുടെ ഈ ക്ഷേത്രസന്നിധി എത്തിച്ചേരുകയാണ്. പിന്നെ പൊഴുതനയിലുള്ള ഗിരീഷ് സ്വാമിയുടെ ആഭിമുഖ്യത്തിലുള്ള കോമരം തുള്ളുന്ന ഒരു സമ്പ്രദായവും ഈ ക്ഷേത്രത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ പിന്നെ മാതൃസമിതിയുടെ തിരുവാതിരയും ഗുളികന് വെള്ളാട്ടും അതിനുശേഷം തൃശ്ശൂർ കാളിന്തിയുടെ ചിരിമസാല എന്ന ഹാസ്യ പരിപാടിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കമ്മിറ്റി. അതിൻ്റെ ഭാഗമായി അത് കഴിഞ്ഞാലുടൻ തന്നെ വെളുപ്പിന് 3 മണിക്ക് കനലാട്ടവും 5 മണിക്ക് കുരിശിയാട്ടത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനം കുറിക്കുകയാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്നലെ 23-ാം തീയതി നമ്മുടെ പിഞ്ചു മക്കളുടെയും ഇവിടുത്തെ കലാകാരന്മാരുടെയും മാതൃസമിതികളുടെയും പരിപാടി ഉണ്ടായിരുന്നു. അതിൽ അന്നദാനം കൊടുത്തു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ ക്ഷേത്രമുറ്റത്ത് അന്നദാനം ഉണ്ടായിരിക്കുകയാണ്. ഈ അന്നദാനത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളും ഈ അന്നദാനത്തിൽ പങ്കാളികളായി അന്നദാനത്തിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ പിന്നെ മുണ്ടക്കൈ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ 15-അംഗ കമ്മിറ്റിയാണ്. ഈ 15-അംഗ കമ്മിറ്റി ഈ ഒരു 2 മാസമായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു. കാരണം സ്വന്തം പണികളായി കല്ലുണ്ട് ഈ മറ്റെങ്ങനാക്കി വളരെ നല്ല കഷ്ടപ്പെട്ട 15 അത് ഒരാളെ എടുത്ത് പറയാനുണ്ട്. എല്ലാവരും സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഈ 15-അംഗ കമ്മിറ്റി ഒരൊറ്റ പോലെയാണ്. ഇപ്പം നമ്മളൊരു നേതൃത്വം എന്നുള്ള നമ്മളെന്തെങ്കിലും പറയുമ്പോൾ തന്നെ അവരത് നല്ലപോലെ അനുസരിച്ച് കറക്റ്റായി, പിന്നെ നമ്മളെ എവിടെയെങ്കിലും ഒരു വിഷമം എന്തെങ്കിലും പറയുമ്പോൾ അവരത് അതിനനുസരിച്ച് പ്രസിഡൻ്റായാലും സെക്രട്ടറിമാരായാലും ഗജഞ്ചായാലും എക്സിക്യൂട്ടീവ് മെമ്പറായാലും എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഇത്രയും കാലം 18 വർഷം ഇവിടെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഞാൻ നിലവിൽ നിൽക്കുന്നു. വളരെ പ്രസിഡൻ്റായാലും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഈ ക്ഷേത്രം നന്നാകാൻ വേണ്ടി എല്ലാവരും ഒരു മനസ്സിൽ ഇപ്പം നിലവിലുള്ള ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഈ ക്ഷേത്രം നന്നാകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ചില അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും പറയുകയാണെങ്കിലും പക്ഷേ എല്ലാവരും മനസ്സിലും നല്ല ഒരു രീതിയിൽ അമ്പലം പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം എത്താൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യണം അത് അങ്ങനെ ചെയ്യണമെന്ന് നമുക്കതൊരു ചോദ്യം ഇത്ര കാലം ഇല്ലാത്തൊരു കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം. അത് ഇനിയും നമ്മളില്ലെങ്കിൽ അത് മുന്നോട്ട് പോകണം. കാരണം അതൊരു പുതിയ തലമുറയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മളെ അച്ഛന്മാർ കൊണ്ട് നടന്ന ചെറിയൊരു വിഗ്രഹം വെച്ചൊരു കല്ല് വെച്ച് പൂജിച്ച് വന്ന സ്ഥലം 1990 പിന്നെ പ്രതിഷ്ഠ ഇപ്പോൾ ഉത്സവം നടക്കുന്ന പ്രതിഷ്ഠ ചെയ്തത് 34 വർഷം
ഇപ്പോൾ പ്രതിഷ്ഠ ചെയ്തു. ഇതിന് മുന്നേ നമ്മളൊരു കല്ല് വെച്ച് അങ്ങനെ പൂജിച്ച് വന്നു. അപ്പോൾ ഇതിന് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക. ഇനി അടുത്ത തലമുറ, ഇപ്പോൾ നമ്മളല്ലെങ്കിൽ അടുത്ത തലമുറ ഇങ്ങനെ ഇത് ഈ നിർബന്ധമായിട്ട് ഇങ്ങനെ വരണം. അതിൽ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങൾ ഇതൊരു കൂലി കൊടുക്കാതെ രാവും പകലും കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ, അത് ആ ഒരു ഇത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിച്ച ഈ ഇത്രയും ഭംഗിയാക്കിയ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ മുന്നോട്ട് നമ്മൾ എന്ത് കാര്യത്തിനും വീടും നാടും എല്ലാം മറന്ന് വളരെ ഈ ഉത്സവം ഭംഗിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും 15 ആൾ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ഒരു സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി സഹകരിച്ച് വരുമ്പോഴാണ് ആ കമ്മിറ്റി ആകുക. അപ്പോൾ അതിന് സന്തോഷമുണ്ട്. ജനങ്ങൾ നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സന്തോഷമുണ്ട്. അത് മതി നമുക്ക്. അവർ ആ മുഖത്തിലൊരു സന്തോഷം മാത്രം മതി ഈ കമ്മിറ്റി. അതിനാണ് നമുക്ക് ആ ഉത്സവം വളരെ ഭംഗിയാക്കുക. കഴിഞ്ഞ കൊല്ലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് ഇനി ഈ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും നാളെ എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ചേച്ചിമാരനൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ മുണ്ടക്കൈ മാരിയമ്മ ക്ഷേത്ര കമ്മിറ്റിക്കാർ വേണ്ട പോലെ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ ചേച്ചിമാരത്തൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാം. ചേച്ചി, ഞാൻ എൻ്റെ അനുഭവമായിട്ട് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ 19 വർഷമായി ഇവിടെ വന്നിട്ട് ഈ അമ്പലത്തിൽ ചേർന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലൊരു പ്രവർത്തനമാണ് ഈ അമ്പലത്തിൽ ഞാനും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വർഷത്തെയും കാട്ടിയും കൂടുതൽ ഈ വർഷം ഭയങ്കര ആഘോഷമൊക്കെയാണ്. പിന്നെ ആഘോഷം ഈ വർഷത്തെ ഉത്സവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായമാണ്. എല്ലാം ഒത്തുകൂടിയിട്ടുള്ള പെരുമാറ്റങ്ങളും എല്ലാം കൊണ്ടും നല്ല ഇതാണ്. നാളെ എങ്ങനെയാണ് സംഭവം? നാളത്തെ പരിപാടികളെ കുറിച്ച് പിന്നെ ഇതുവരെ ഉള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ ഈ അമ്മേൻ്റെ അടുത്ത് നമ്മൾ എന്തൊന്ന് പറഞ്ഞ് മനസ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും അത് സാധിച്ചു തരുന്നുണ്ട്. അത്രയും ശക്തിയുള്ളൊരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഭക്തിയാണ് ഇവിടെ ഈ അമ്മേൻ്റെ അടുത്ത് വന്ന്. എന്ത് വിഷമമുണ്ടെങ്കിലും ഈ അമ്മേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കരഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് സാധിച്ചു തരികയാണ്. അത്ര ശക്തിയുള്ളൊരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മേൻ്റെ മലൻ്റെ മുകളിലാണ് ഈ അമ്മ ഇരിക്കുന്നത്? അതെ. ഒരു പവിത്രമായ ഒരു സ്ഥലത്താണ് ഈ അമ്മ ഇരിക്കുന്നത്. ഉത്തമ സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് ഈ അമ്മേനെ. എത്ര നടന്നു വന്നാലും എത്ര കയറ്റം കയറിയാലും ആർക്കും ഒരു പ്രയാസമില്ലാതെ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. ഇവിടെ ഏതാ ദേവി? ഇവിടെ മാരിയമ്മ. ഇവിടെ കണലാട്ട് കുരിശാട്ടൊക്കെ ഉണ്ടല്ലോ പറഞ്ഞത്? കണലാട്ടുണ്ട്, കുരിശാട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് പുലർച്ചയ്ക്കാണ് ഇവിടെ വന്ന് കൂടിയ ആൾക്കാരെല്ലാവരും ഇറങ്ങി പോകും. എല്ലാത്തിനും പങ്കെടുക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ചേച്ചി പറഞ്ഞു കേട്ടോ, ഇവിടുത്തെ കണലാട്ട് കുരിശാട്ടൊക്കെ കഴിഞ്ഞിട്ട് പുലർച്ചെ രാവിലെ 6 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നു പറഞ്ഞു. നമ്മൾ അടുത്ത ചേച്ചിയെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി പറയൂ ഇവിടുത്തെ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, വിളിച്ചാൽ വിളി കേൾക്കണ അമ്മയാണ്. എനിക്ക് എത്രയോ അനുഭവം ഉള്ളതാണ്. പിന്നെ സ്ഥിരം ഞങ്ങൾ ചൊവ്വയും വെള്ളിയും മുടങ്ങാതെ വരുന്ന ആൾക്കാരാണ്. എല്ലാം കൊണ്ടും ഇപ്പോൾ ഇവർ പറഞ്ഞത് നല്ല ശക്തി കൂടി അമ്മ തന്നെയാണ്. വിളിച്ചാൽ വിളിപ്പുറത്താണ്. ഞാനും അമ്മേൻ്റെ ഒരു ഭക്തിയാണ്. അമ്മേൻ്റെ ഭക്തി അല്ലേ? പറയൂ ചേച്ചി, നിങ്ങൾ പറയട്ടെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ വരുന്ന എല്ലാവരും ചൊവ്വയും വെള്ളിയും നാമം ജപിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ശക്തിയും. അതാണ് കൂട്ടപ്രാർത്ഥന എല്ലാ വെള്ളിയും ചൊവ്വയും ഉണ്ടാവും. എല്ലാം വലിയ ചൊവ്വാഴ്ചയും കൂട്ടപ്രാർത്ഥന ഉണ്ടാവും അല്ലേ? വരുന്നവരെല്ലാവരും പ്രാർത്ഥിക്കും. ഒരാൾ ചൊല്ലിക്കൊടുക്കും, അങ്ങനെ എല്ലാവരും ഏറ്റ് ചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കും. ചേച്ചി പറയൂ, നിങ്ങളെന്താ പറയാന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു. ദേവിനെ കുറിച്ച് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങളെ ഈ ഉത്സവം വളരെ സന്തോഷമുള്ള ഉത്സവമാണ്. കാരണം ഇതുവരെ ഉള്ളതിലും നല്ല വ്യത്യസ്തമായി ആ ആളുകളും എല്ലാവരും മാതൃസമിതിയിലുള്ളവരും അല്ലാത്തവരും എല്ലാവരും നല്ല ഒറ്റക്കെട്ടായിട്ട് നല്ല പ്രവർത്തനമാണ് ഇപ്രാവശ്യം.
പിന്നെ ഈ വർഷം ഞങ്ങളെ മാതൃസമിതിയുടെ പിന്നെ പാട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അമ്മയുടെ പാട്ട് തന്നെ 2 ടീമുകാരായിട്ട് ഞങ്ങൾ നല്ലപോലെ പാടിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അമ്മേൻ്റെ പാട്ട് തന്നെ ഞങ്ങൾ എടുത്ത് പാടി. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ ഞങ്ങൾ തിരുവാതിരയും കളിക്കുന്നുണ്ട്. അമ്മയുടെ പാട്ട് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നത്. നാളെയാണ് ഞങ്ങളുടെ തിരുവാതിര നടത്തുന്നത്. അത് നമ്മൾ ഘോഷയാത്ര കഴിഞ്ഞ് 11:30 ആകുമ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ എത്തിച്ചേരും. അതിന് ശേഷമാണ് ഞങ്ങളുടെ തിരുവാതിര. അത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് പഠിക്കുന്നത്. ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്ന് ആ 1 മണിക്കൂർ 2 മണിക്കൂർ ആ സമയം കൊണ്ട് ഞങ്ങളെല്ലാവരും തിരുവാതിര എല്ലാവരും പഠിച്ചു. അതിന് ഞങ്ങൾക്ക് അമ്മ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ ഇതുപോലൊരു ഉത്സവം ഞങ്ങൾ ഇതുവരെ കൂടിയിട്ടില്ല. അത്രയ്ക്ക് ഗംഭീരമായ ഉത്സവമാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ ഈ ചേച്ചി പറയുന്ന പോലെ ഇവിടുത്തെ മുണ്ടക്കൈ മാരിയമ്മ ക്ഷേത്രം ഭയങ്കര ഗംഭീരമായിട്ടാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ നടന്നുകൊണ്ടേ വരുന്നത്. നാളെ ലാസ്റ്റ് ദിവസം ഉത്സവമാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അന്നദാനം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടുത്തെ ഉത്തമത്തിലാണ് അമ്മ ദേവി ഇരിക്കുന്നത്. നമുക്ക് കുമാരൻ വയനാട് ഞാൻ കുറേ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ദേവീനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ചേച്ചീനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ആ ചേച്ചീൻ്റെ എന്താ ചോദിച്ചു നോക്കാം. ചേച്ചി പറയൂ ചേച്ചി. ഞങ്ങളെ ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ നാട് വയനാട് ജില്ലയിലെ പിന്നെ മേപ്പാടി പഞ്ചായത്ത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് ഇത് തേയില തോട്ടം മേഖലയാണിത്. പക്ഷേ ഈ മേഖലയിൽ ഇവിടെ വെച്ചിട്ട് ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ അമ്മയുടെ കുടിയിരിക്കുന്നത്. ഈ അമ്മ, ആ അമ്മ അത്രയും പവിത്രമായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അത്രയും വിശ്വാസവും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാവരും ചൊവ്വയും വെള്ളിയും, എല്ലാവരും എല്ലാം കഴിയുന്നവരൊക്കെ വന്നിട്ട് ചൊവ്വയും വെള്ളിയൊക്കെ വന്ന് പിന്നെ നാമമൊക്കെ ജപിച്ച് അങ്ങനെയൊക്കെ പോകും. കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ പ്രാവശ്യം അത്യാവശ്യം ഭംഗിയായിട്ട് ഉത്സവം കഴിയാറുണ്ടെങ്കിലും ഇപ്രാവശ്യം അതിലൂടെ കൂടുതൽ മെച്ചപ്പെട്ടിട്ടാണ് ഇപ്രാവശ്യത്തെ ഉത്സവം നമ്മൾ കൂടുതലും ഗംഭീരമായിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ചേച്ചി ഇതിനെക്കാട്ടി മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തോട്ടം തൊഴിലാളികൾ ഞങ്ങളാണ് കൊണ്ട് നടക്കുന്നത്. നമ്മളിവിടെ അതൊരു ദേവസ്വം ബോർഡോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ ജനങ്ങളാണ് നമ്മുടെ ഈ അമ്പലം കൊണ്ട് നടക്കുന്നത്. നമ്മുടെ അമ്മ അതിന് നമുക്ക് ശക്തി തരുന്നുണ്ട്. അമ്മ നമുക്കതിനെല്ലാത്തിനും നമുക്കതിനുള്ള കഴിവ് നമുക്ക് അമ്മ ദേവി തരുന്നുണ്ട്. അതിന് നമ്മൾ അമ്മയോട് സ്തുതിക്കുന്നു. പിന്നെ ഇനി നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് നല്ല മെച്ചവും നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നമ്മളില്ലെങ്കിലും നമ്മുടെ ഭാവി തലമുറയ്ക്കും കൂടി ഇതിന് നല്ലൊരു എല്ലാ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് നല്ല പ്രാർത്ഥന ഉണ്ടാകും. ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. ഓക്കെ. ഒരു 10 വർഷം മുമ്പ് അട്ടമലയായിരുന്നു. പിന്നെ ജോലി സംബന്ധമായി മുണ്ടക്കൈ ഡിവിഷനിലേക്ക് മാറിയപ്പോൾ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞാനുള്ളത്. 10 വർഷത്തോളമായി നല്ല രീതിയിൽ തന്നെയാണ് ഉത്സവം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം അതിഗംഭീരമായും നല്ല ഉഷാറായും അതുപോലെ തന്നെ അന്നദാനമായാലും കാര്യങ്ങളായാലും 2 ദിവസം അന്നദാനം 2 ദിവസത്തെ പരിപാടികളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഘോഷയാത്രയും കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നടത്തുന്നുണ്ട് ഈ പ്രാവശ്യം. അതുപോലെ തന്നെ അന്നദാനവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി തന്നെ ഈ വർഷം മുണ്ടക്കൈ അമ്പലം നല്ല ഉഷാറായിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകളും ഒക്കെ കൂടി ചെയ്യുന്നുണ്ട്. എല്ലാവരും ബുദ്ധിമുട്ടി കാര്യങ്ങളും നല്ല രീതിയിൽ നീക്കുന്നുണ്ട്. ഈ കാണുന്നത് നമ്മൾ ഗുളിക ക്ഷേത്രമാണ്. ഗുളിക ഭഗവാൻ കുടിയിരിക്കുന്ന ഒരു ഭഗവാനാണ്. ആദ്യം ഇവിടെ വന്നിട്ടാണ് നമുക്ക് തൊഴുതേണ്ടത്. നമുക്ക് ഇവിടെ വന്ന് തൊഴുതിട്ടാണ് നമ്മൾ ഈ ഭഗവാനെ വന്ന് കണ്ട് നമ്മൾ തൊഴുതിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് മുനീശ്വരൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. മുനീശ്വരൻ്റെ ക്ഷേത്രം ഇവിടെ വന്ന് രണ്ടാമത് നമുക്ക് ഇവിടെ തൊഴണം. ഇവിടെ ഒന്ന് തൊഴുതിട്ട് വേണം നമുക്ക്. ഇവിടെ ദേവീൻ്റെ നമ്മൾ വിഗ്രഹം കാണിക്കാൻ പാടില്ല. ഇവിടുത്തെ ചരിത്രമാണ്. നമ്മൾ നടവഴി മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ വർഷത്തെ ദേവീൻ്റെ നമുക്ക് കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ദേവീൻ്റെ ഒരു ഇത് കാണിക്കും കേട്ടോ.
അപ്പോൾ നമ്മൾ ഇത്ര വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഈ വീഡിയോ നമ്മൾ ഇതോടെ നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇടാൻ പോകണം. ഈ നമ്മൾ ഉത്സവം മുണ്ടക്കൈ മാരിയമ്മ ക്ഷേത്ര ഉത്സവം വന്നിട്ട് നമുക്ക് അന്നദാനം കഴിക്കുക, പരിപാടിയിലൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് നമുക്ക് പോവാം. ഇവിടെ വരുന്നവർക്ക് എല്ലാ കാര്യം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ദേവി നടത്തി കൊടുക്കുന്നു. ഇവിടെ എത്തിപ്പെട്ടാൽ നമ്മൾ നല്ല സന്തോഷമായിട്ട് നമുക്ക് പോയി ഇരിക്കാം. അപ്പോൾ കുമാരൻ വയനാട് യൂട്യൂബർ നിങ്ങളോട് നമസ്കാരം. ഇത് കാബേജ് ചെറുണ്ട് അത് ചോദിച്ചാൽ നേരം പോകാം. നീളം കൊണ്ട് മാരിയമ്മ ക്ഷേത്രത്തിന് വേണ്ടി നമ്മുടെ മാരിയമ്മ ക്ഷേത്ര ഉത്സവമായിട്ട് ഒരു ഈ കാണുന്നത് ഒരു ഐക്യ സംബന്ധമായിട്ടുള്ളൊരു കൂട്ടമാണ്. ഈ പച്ചക്കറിയിൽ കൂടി തന്നെ ഒരുപാട് ബന്ധങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളത്തെ അന്നദാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പച്ചക്കറികൾ അരിയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് അടുത്ത വർഷം ഇതേപോലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ പച്ചക്കറി അരിയാനും പാട്ടുകൾ പാടാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അടുത്ത വർഷം ഇതേപോലെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പച്ചക്കറി അരിയൽ തുടങ്ങുന്നു. വരാൻ ഇച്ചിരി വൈകിപ്പോയി. ഇപ്പോഴാണ് വണ്ടി എത്തിയത്. അതുവരെ ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് സമയപരിധി കാരണം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് Chile,